ഹായ്, ഒരു ഭരണകൂടം എങ്ങനെയാവണം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് തമിഴ്നാട് സർക്കാർ. വിജയ് CM ആയതിനു ശേഷം വളരെ മികച്ച രീതിയിലുള്ള ഭരണമാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ നിന്ന് വിട്ട് സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരുപാട് കുത്തുവാക്കുകളും കുറവ് പറച്ചിലും ഒക്കെ കേൾക്കാനുണ്ടായിരുന്നു. ഈ നടനായതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ മാത്രമേ അറിയാവൂ, രാഷ്ട്രീയം അറിയാമോ, രാഷ്ട്രീയം എന്താണെന്ന് അറിയാമോ, ഭരിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. ആ പറഞ്ഞവരെ കൊണ്ട് തന്നെ കയ്യടി നേടിച്ച ഒരു വ്യക്തിയാണ് വിജയ്. അവരുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, അവരുടെ മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, എല്ലാ കാര്യത്തിനും അവർക്ക് എന്താണോ വേണ്ടത്, വെള്ളത്തിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ കറണ്ടിൻ്റെ പ്രശ്നമാണോ വീടിൻ്റെ പ്രശ്നമാണോ, അവർക്ക് എന്ത് പരാതികൾ വേണമെങ്കിലും ചെന്ന് അല്ലെങ്കിൽ വിളിച്ച് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി. ഇതല്ലേ വേണ്ടത്? ജനങ്ങൾക്ക് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ. അല്ലാതെ ഞാൻ വളരെ സംഭവമാണ്, ഞാൻ CM ആണെന്ന് കരുതി ആ ജനങ്ങളെ അടുപ്പിക്കത്തില്ല, ആളുകൾ വരാൻ പാടില്ല, അയ്യോ ഞങ്ങളുടെ വണ്ടി പോകുമ്പോൾ വേറൊരു വണ്ടിയും പോകാൻ പാടില്ല, ഞങ്ങൾക്ക് പ്രൈവസി ആയിട്ട് ഞങ്ങൾക്ക് പോകണം, വേറെ ആരെയും ഞങ്ങൾ അടുപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യനെ അല്ല അവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ കേരളക്കരയിൽ ഞങ്ങൾക്ക് ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒരു മുഖ്യമന്ത്രിയെ. കാരണം മുഖ്യമന്ത്രിയുടെ വാഹനം പോകുമ്പോൾ തന്നെ നമ്മുടെ വണ്ടികളോ അല്ലെങ്കിൽ നമ്മൾ പോകുന്നതൊക്കെ അവർ തടഞ്ഞു വയ്ക്കുമല്ലോ. അവിടെ അങ്ങനെയല്ല, അവർ ഏത് ദിശയിൽ കൂടെ വണ്ടികളൊക്കെ വിടുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വണ്ടികൾക്കൊക്കെ പോകാം. ഇവിടെ മാത്രമാണ് ഈ തടഞ്ഞു വയ്ക്കുന്ന പരിപാടികളൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഇടയ്ക്കൊക്കെ മുഖ്യം ആ ഒരു രീതിയിലൊക്കെ ആകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ഒത്തുവരുന്നില്ല. അത്രയേ ഉള്ളൂ പ്രശ്നം. കാരണം ഫേസ്ബുക്കുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം കാണുന്നുണ്ടല്ലോ അവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ ഭരണകൂടവും ഒക്കെ ഓരോരുത്തരും ഇടുന്നത്. കാരണം ഓരോരോ പോസ്റ്റുകളിലും അല്ലെങ്കിൽ റീൽസുകളിലും കാണുമ്പോൾ ഓരോ മലയാളികളും ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഭരണം വേണം, ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മുഖ്യമന്ത്രിയാണ് വേണ്ടത്, ഞങ്ങൾക്ക് ഇതുപോലുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് വേണ്ടത്, ഞാൻ തമിഴ്നാട്ടിൽ പോയെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു മുഖ്യനെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഞങ്ങൾക്ക് താമസം തമിഴ്നാട്ടിലോട്ട് മാറ്റണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഭരണം എങ്ങനെയാണെന്നുള്ളതൊക്കെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയതുകൊണ്ട് ഇപ്പോൾ അതൊക്കെയും എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. കാരണം ട്രെൻഡിങ് എന്നല്ല പറയേണ്ടത്, കാരണം ഇപ്പോൾ അതൊരു സിനിമാ നടൻ എന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കുന്നുണ്ട്. കാരണം മലയാളീസ് ആയാലും തെലുങ്കായിരുന്നാലും എല്ലാവരും ഉറ്റു നോക്കുന്നുണ്ട് വിജയുടെ ഭരണം എങ്ങനെയാണ് അല്ലെങ്കിൽ ഭരണം എങ്ങനെയാണെന്നൊക്കെ ഓരോരുത്തരും നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെയും റീൽസായിട്ടും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ 2 ദിവസം മുൻപായിട്ട് ഒരു പെൺകുട്ടി ഇട്ടിരുന്നു ഹോസ്പിറ്റലിലെ കാര്യം. അവർ പ്രസവ വാർഡിലാണ്. അപ്പോൾ അവർ കിടക്കുന്ന ആ ഒരു ഏരിയ വെച്ചിട്ട് അവരൊരു വീഡിയോ ഇട്ടിരുന്നു. കാരണം ഇവിടുത്തെ സൗകര്യങ്ങൾ കുറവാണ്, വൃത്തിയില്ല, ഫുഡ് കഴിക്കാൻ കുറച്ച് ദൂരം പോകണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊരു വീഡിയോ ഇട്ടിരുന്നു. ഈ വീഡിയോ ഇട്ടിട്ട് വിജയ് നേരിട്ടാണ് എത്തിയത് ആ ഹോസ്പിറ്റലിൽ. അയാൾക്ക് വേണമെങ്കിൽ ആ മിനിസ്റ്ററിനെ, ഏതാണോ ആരോഗ്യവകുപ്പിലിരിക്കുന്ന ആ മിനിസ്റ്റർ വിട്ടാൽ മതിയായിരുന്നു. പക്ഷേ CM വിജയ് നേരിട്ട് വന്നു അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിച്ചറിഞ്ഞു. ഹോസ്പിറ്റലുകാരോട് പറഞ്ഞു, നിങ്ങളുമായിട്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല, ഇവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അതിനൊരു പരിഹാരം കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരടുത്ത് വന്ന് കണ്ട് സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇവിടെ ഏതൊരു മുഖ്യമന്ത്രി ചെയ്യും ഇതുപോലൊരു കാര്യം? ഇവിടെ ആരെങ്കിലും പറഞ്ഞ ഒന്നും മൈൻഡെങ്കിലും ചെയ്യുമോ? ആരെങ്കിലും വരുമോ? അപ്പോൾ ആ ഒരു സ്ഥാനത്താണ് വിജയ് വരുന്നത്. കാരണം അവരുടെ സാധാരണക്കാരായ മക്കൾ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളും സർക്കാർ സ്ഥാപനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളാണ് ആദ്യം പരിഹരിക്കേണ്ടത്. അവർക്ക് എന്താണ് ആവശ്യങ്ങളുണ്ടെന്ന് അവർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. അത് തന്നെയാണ് വിജയ് അവിടെ ചെയ്തത്. ഇവിടെയും നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ രോഗിയായിട്ട് പോയിട്ട് പോലും അവരെ കയറാൻ പോലും അനുവദിക്കാതെ അയാൾ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച ഞാൻ നോക്കുമ്പോൾ ഹോസ്പിറ്റലിന് മുന്നിൽ ക്യൂ നിൽക്കുന്നവർക്ക് കസേരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നോക്കിയപ്പോൾ ഇല്ല കേട്ടോ, ആ ചെയറൊക്കെ അത് മാറ്റിയിട്ടിരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ ഇന്നൊരു ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയത്. അതുകൊണ്ട് മാറ്റിയതാണോ എന്ന് അറിയത്തില്ല, എനിക്കറിയില്ല കാര്യം എന്താണെന്ന്. ശനിയാഴ്ച രാവിലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പോയപ്പോൾ ചെയറൊക്കെ ഒരുപാട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഭരണവും അവിടുത്തെ ഭരണവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. കാരണം അവിടെ അഴിമതി രഹിതമാണ്. ആരെങ്കിലും നിങ്ങൾക്ക് കൈക്കൂലി നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തരാൻ പറ്റില്ല, എൻ്റെ അണ്ണനാണ്, എൻ്റെ മകനാണ്, എൻ്റെ അനിയനാണ്, എൻ്റെ ചേട്ടനാണ്,
എൻ്റെ വിജയ് അണ്ണനാണ് അവിടെ നാട് ഭരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയാനാണ് അദ്ദേഹം പറയുന്നത്. എന്തെങ്കിലും ഒരു പോലീസിൽ പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ ആ പരാതിയിൽ നിങ്ങൾക്ക് പരിഹാരം കിട്ടിയില്ലെങ്കിൽ അവരെൻ്റെ അടുത്ത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ, അത് എത്ര വലിയ ഉദ്യോഗസ്ഥനായിരുന്നാലും ആ പോലീസിന് സസ്പെൻഷൻ എന്ന രീതിക്കാണ് വിജയ് പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ എന്ത് നീതിയാണ് കിട്ടുന്നത്? ഏതെങ്കിലും കാര്യത്തിന് നീതി കിട്ടിയിട്ടുണ്ടോ? പക്ഷേ അവിടെ ഇപ്പൊ എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇതിന് മുൻപ് ഭരിച്ചത് ഭയങ്കര മോശമൊന്നും അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പക്ഷേ എല്ലാവരും ഭരിക്കുന്നുണ്ട്, ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നിറവേറ്റുന്നുണ്ട് ഏറെക്കുറെയൊക്കെ. പക്ഷെ ഈ സാധാരണക്കാരുടെ ഒരാവശ്യങ്ങളും അവിടെ നടക്കുന്നില്ല, അവിടെ നിറവേറ്റുന്നില്ല. പക്ഷെ ഇപ്പോൾ സാധാരണക്കാരായ മക്കൾ ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട് അവർക്ക് ഇപ്പോൾ ഒരു വീട് പോലും ഇല്ലായിരുന്നു, ഒരു വീട് വയ്ക്കാനായിട്ടൊരു ഭൂമി കിട്ടി, അല്ലെങ്കിൽ റോഡ് വന്നു, സ്കൂൾ വാനുകൾ വന്നു, പിള്ളേർക്ക് കുറച്ചുകൂടെ സൗകര്യം ഒരുക്കുന്നു, ഇതാണ് ഒരുപാട് നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലൊരു മുഖ്യനെയാണ് നമുക്കും വേണ്ടതെന്ന്. നമുക്കിത് ഇങ്ങനെ പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഇടയ്ക്കൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. കാരണം നമുക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടെ നല്ലൊരു പ്രവർത്തകനെ കിട്ടിയിട്ടുണ്ട്. ഇനി വരുന്നവരെങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇതുപോലെ സാധാരണക്കാരായ ജനങ്ങളെ ഏറ്റെടുത്ത് അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവർക്ക് എന്താണ് വേണ്ടത്, എന്താണെന്നൊക്കെ അത് കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ജനങ്ങൾ നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു നിങ്ങൾക്കും സപ്പോർട്ടായിട്ട് അവർ നിൽക്കും, അവർക്കും സപ്പോർട്ടായിട്ട് നിങ്ങളുണ്ടായിരുന്നാൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ജനങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇനി ജനനായകൻ റിലീസാകാൻ പോവുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ജനനായകൻ്റെ റിലീസിൻ്റെ പേരിൽ. പക്ഷെ അതെന്തായാലും നന്നായി. കാരണം ഒരു വിജയ് ഫാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അഭിമാനത്തോടെ എനിക്ക് കാണാൻ പറ്റിയതാണ്. കാരണം ഈ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പോസ്റ്റൊക്കെ വന്നിരുന്നു. അതിൽ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ വിജയ് എന്ന രീതിക്ക് വന്നിട്ട് ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. ആദ്യം നമുക്ക് വിജയ് ഒരു പുതുമുഖം നായകൻ വിജയ്, പിന്നെ അടുത്ത് ഇളയ ദളപതി, പിന്നെ ദളപതി, ഇപ്പോൾ ദാ ചീഫ് മിനിസ്റ്റർ എന്ന് കാണാൻ സാധിച്ചു. അതിൽ ആ ഒരു കാര്യത്തിൽ ഈ എതിർക്കാൻ ശ്രമിച്ചവർക്ക് ഒരു വലിയൊരു താങ്ക്സ്. നിങ്ങൾ എതിർത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചീഫ് മിനിസ്റ്റർ എന്ന രീതിക്ക് വിജയുടെ ടൈറ്റിൽ എഴുതി കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. അപ്പോൾ ഒരുപാട് എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കൊണ്ട് അവിടെ ഒരു ആള് പദവിയിൽ വന്ന് ജനങ്ങളെ അറിഞ്ഞ് ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷവുമാണ്. അതുപോലെ തന്നെ നമുക്കൊരു വിഷമമുണ്ട്, നമ്മുടെ നാടും ഇതുപോലെ എന്ന് മാറും എന്നുള്ളൊരു വിഷമം. എത്രയും പെട്ടെന്ന് ആ ഒരു മാറ്റം ഞങ്ങളുടെ നാട്ടിലും ഉണ്ടാവട്ടെ.